ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ ക്രിസ്റ്റിക്കും കുടുംബത്തിനും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തെ എൻ്റെ ക്രിസ്ത്യാനിനെ അറിയിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. 2 വാക്യങ്ങൾ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 8:10, 13. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. 13. പിന്നെ യേശു ശതാധിപനോട്, പോക, വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന എൻ്റെ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽക്കാലത്തിന് നന്ദിയോട് സ്തുതിക്കുകയാണ്. ശുശ്രൂഷിപ്പാൻ എന്നെ അധികാരപ്പെടുത്തണമേ, അധികാരത്തിന്റെ ശുശ്രൂഷണമേ, ദൈവശക്തി വ്യാപരിപ്പാൻ ദൈവം സഹായിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പോ ഇത്ര വലിയ വിശ്വാസം എവിടെ കണ്ടില്ലെന്നാ? ഇസ്രായേലിൽ കൂടി കണ്ടിട്ടില്ല. അതിന്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു, ഇസ്രായേലിൽ കൂടി ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്നാ. അപ്പൊ എബ്രായ ലേഖനം 11:1-6 എന്താ പറയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആശിക്കണം, എന്റെ ഭാര്യയ്ക്ക് കൈ ഒടിഞ്ഞ ഒടിവും യേശുവിന് മാറ്റണം. വിശ്വാസം എന്താണ്? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. എന്താ കണ്ടപ്പോ എന്തായിരിക്കുന്നു? എക്സ്റേ എടുത്തപ്പോ ഒടിവാണ്. നിങ്ങളിവിടെ പ്രാർത്ഥിച്ചു, സാക്ഷ്യം പറഞ്ഞു, സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഫലിക്കും. എന്റെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മെസ്സേജിൽ അതുകൊണ്ട് വാക്യമുണ്ട്. അപ്പൊ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വിശ്വാസം ദൈവം അത്ഭുതം ചെയ്യണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നിങ്ങളുടെ ആശ എന്താണ്? ഓപ്പറേഷൻ ഇല്ലാതെ, കമ്പിയിടാതെ എന്റെ ഭാര്യയെ ദൈവം സൗഖ്യമാക്കും. കമ്പിയിടാതെ എന്റെ ഭാര്യയെ ദൈവം സൗഖ്യമാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, എന്റെ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതിന്റെ 6 പറയുകയാണ്, എബ്രായർ 11:6 പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ വിശ്വാസം ഉണ്ടായിരിക്കണം. നോക്ക്, നിങ്ങൾ ഇന്ന് മുതൽ ദൈവമേ എന്റെ ഭാര്യയെ ദൈവം സൗഖ്യമാക്കിയിരിക്കുകയാണ്, സ്തോത്രം. എന്റെ ഭാര്യയുടെ ഒടിവ് ദൈവം മാറ്റിയിരിക്കുകയാണ്, സ്തോത്രം. കൈയുടെ ഒടിവ് കമ്പിയിടാതെ ദൈവം അത്ഭുതം, ദൈവം കമ്പിയിട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കുക, സ്തോത്രം. മനസ്സിലായോ? ദൈവത്തിന് കഴിയും, ദൈവത്തിന് കഴിയും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഒരുത്തൻ ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ദൈവമുണ്ട്, അല്ലേ? നിങ്ങൾ വിശ്വാസം ഇല്ലേ? നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്, ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിലല്ലേ വന്നിരിക്കുന്നത്. ഒരുത്തൻ ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ട് എന്നും തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കണ്ടല്ലയോ? അപ്പൊ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം ഇവിടെ ഉണ്ട്, നിത്യതയിലുണ്ട്. അപ്പൊ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ഒരുത്തൻ ദൈവത്തിന്റെ അടുത്ത് വരുമ്പോൾ ദൈവം ഉണ്ട് എന്നും തങ്ങൾ ആശ്രയിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് വിശ്വസിക്കേണ്ടതല്ലേ? അപ്പൊ ഒന്ന് വിശ്വസിക്കണം, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ആ ദൈവം എനിക്കൊരു പ്രതിഫലം തരും. എന്താണ് പ്രതിഫലം? എന്റെ ഭാര്യയുടെ ചൊവ്വാഴ്ച നടക്കാനുള്ള ഓപ്പറേഷൻ ദൈവം മാറ്റിയിരിക്കുന്നത് കൊണ്ട് അതാണ് പ്രതിഫലം. പറഞ്ഞാട്ടോ, കമ്പിയിടാതെ തന്നെ, കമ്പിയില്ലാതെ തന്നെ സ്വർഗം അത്ഭുതം ചെയ്യുവാൻ ശക്തൻ. ദൈവം എന്താണ്? അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. വിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു വലിയ വിശ്വാസത്തെ കുറിച്ച് 15-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം എന്ന് വായിച്ച് അവിടെ ഒരു വലിയ വിശ്വാസത്തെ കുറിച്ച് പറയാം. മത്തായി തന്നെ 15-28 വായിച്ചു.
നിന്റെ വിശ്വാസം വലിയത്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. നിന്റെ ഇഷ്ടം പോലെ ഫലിപ്പിക്കട്ടെ. പ്രിയ സഹോദര, നിന്റെ വിശ്വാസം വലുതാണ്. യേശു എനിക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശു വീര്യം പ്രവർത്തിക്കും എന്ന് നിനക്കുള്ളിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം പ്രവർത്തിക്കും. പറഞ്ഞാട്ടോ, എന്ത് വേണം? വലിയൊരു വിശ്വാസം. സ്ത്രീ, യേശു പറയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. വിശ്വാസം വലുത്. അതിന്റെ 21 മുതൽ വായിച്ച്. യേശു അവിടെ വിട്ടു സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് സീദോൻ പ്രദേശത്തുള്ള ഒരു കനാന്യ സ്ത്രീയാണ് യേശുവിന്റെ അടുത്ത് വരുന്നത്. ഞാൻ വായിച്ചേ.